എനിക്കൊന്ന് നിയാസിനെ ശരിക്കും ഫിലിമിൽ ആ സമയത്ത് കണ്ട ആ ഒരു പടം പാർവതി ശരിക്കും പറഞ്ഞാൽ പാർവതിയും കൂടെ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഇവിടെ പിടിച്ചിരുത്തിയാണ്. നിങ്ങളുടെ ആ ഒരു കെമിസ്ട്രി ഒക്കെ എങ്ങനെയാ വർക്ക് ചെയ്തത്. എനിക്ക് തോന്നുന്നു വിവേക് എന്ന് പറയുന്ന ആ ക്യാരക്ടർ ആരും മറക്കുമല്ല. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നിയാസ് യു ക്യാൻ റെക്കഗ്നൈസ് റിയലൈസ് ചെയ്യാൻ പറ്റും. അന്ന് കുറേ പെൺകുട്ടികൾ ഫാൻസ് ഉണ്ടായിരുന്നല്ലേ? ലെറ്റർ കാലമാണ്. എന്നൊക്കെ എത്ര ലവ് ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്? പേപ്പറുകാരന് കൊടുത്താൽ കാശ് കിട്ടുമോ? അത്രയും കിട്ടുമോ? കല്യാണാലോചനയൊക്കെ ഒന്നുണ്ട് ആ പ്രായത്തില്. കല്യാണം കഴിക്കുമെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു എന്താ പറയാ അന്നത്തെ അവരൊക്കെ ഇപ്പൊ ആലോചിക്കുന്നത് നന്നായെന്ന്. അവരൊക്കെ ഇപ്പൊ ആലോചിക്കുന്നുണ്ടായിരുന്നു നന്നായെന്ന് കല്യാണം കഴിക്കായിരുന്നു. അത് ഭാര്യയെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ചോദിച്ചേനെ. അതുകൊണ്ട് ഭാര്യ എന്ത് ചെയ്യേ? ഭാര്യ ബാംഗ്ലൂരാണ്, മാനും ബാംഗ്ലൂരുണ്ട്. അപ്പം ഞാൻ ഞാൻ എറണാകുളത്ത് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അവരിപ്പോൾ ബാംഗ്ലൂരുണ്ട്. കാരണം ഷീസ് ബേസിക്കലി ഫ്രം പാലക്കാട്, പക്ഷേ ബേസ്ഡ് ഇൻ ബാംഗ്ലൂർ. അപ്പോൾ അവർ ഫാമിലിയൊക്കെ അല്ല ബോൺ ആൻഡ് ബ്രോഡപ്പ് അവിടെ അല്ല, ബോൺ ആൻഡ് ബ്രോഡപ്പ് എബ്രോഡാണ്. ഇപ്പം അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു മോൻ എയ്ഡൻ 5 വയസ്സായി. 5 വയസ്സ്. അപ്പം ഈ 25 വർഷത്തിനിടയ്ക്ക്, അതായത് ആ പടം ഒരിക്കലും ആരും മറക്കുകയല്ല. പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് എനിക്ക് ഈ പറഞ്ഞ ലവ് അഫെയർസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒട്ടും മറക്കുകയല്ല ഈ ഒരു പടവേ. അപ്പം ഈ ഒരു മാറ്റം ഉണ്ടല്ലോ നിയാസ്, ശരിക്കും യു ക്യാൻ ഫീൽ ദാറ്റ് അല്ലെ? ആ 25 ഇയേഴ്സ് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പടം ചെയ്യുക, പിന്നെ അന്ന് ചെയ്തതും ഒക്കെ യു ക്യാൻ ഫീൽ സോ ഡിഫറൻസ് അല്ല? ആ ഡിഫറൻസ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത് തന്നെ? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കെപ്പോഴും നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. കാരണം ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ നിമിഷവും ആ ഫസ്റ്റ് നമ്മുടെ പിന്നെ ആ ഒരു ഷോട്ട് എടുത്ത അന്ന് മുതൽ തുടങ്ങുന്ന ഊട്ടിയിലാണ്. ആ ഊട്ടിയിലെ തണുപ്പ് അതൊക്കെ ഇപ്പോഴും അന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു തണുപ്പ് ഇന്ന് എനിക്ക് തോന്നുന്നില്ല. യു ഡോണ്ട് ഫീൽ ലൈക്ക്, ബിക്കോസ് വെൻ യു ആർ ആ ഒരു ഏജിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന അതെന്താണെങ്കിലും, നമുക്കൊരു സ്മെല്ല് കിട്ടിയാലും അങ്ങനെയാണ്, നമുക്ക് ഫുഡ് കിട്ടിയാലും നമുക്ക് ആ ഒരു ഏജിൽ യങ് ഏജിൽ ആ സ്മെല്ല് ചെയ്യുന്നതും അല്ലെങ്കിൽ അത് ഫീൽ ചെയ്യുന്നതും എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്കൊരിക്കലും അവിടെ പോയി കഴിഞ്ഞാൽ ആ ഫീൽ ചെയ്തില്ല. അന്നത്തെ ആ ഒരു ബിക്കോസ് ഒന്നും അറിയില്ല നമ്മൾ, യുനോ, ബിക്കോസ് യു ആർ എൻറ്ററിങ് ടു മൂവി, യു ഡോണ്ട് നോ വാട്ട് ഇസ് മൂവി, ഷൂട്ടിങ് ചെയ്യണത് എന്താ ചെയ്യണത് അവർ പറയുന്നു. യു ആർ ലൈക്ക് ഒരു എനിക്ക് ഭയങ്കര അത്ഭുതമാണ് ഇപ്പോഴും. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഞാനൊരു മേജർ രവിയേട്ടൻ്റെ സെറ്റിൽ പോയപ്പോഴത്തേക്ക് ഞാൻ പരിചയപ്പെട്ടിട്ടുമല്ല ആശ ശരത്. അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളിക്കാരി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് അവിടെ ഷോട്ട് കഴിഞ്ഞുകൊണ്ട് ഞാൻ അവിടെ വന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് ചോദിച്ചു ക്ഷണക്കത്തിലല്ലേ? ഞാൻ പറയാം ഞാൻ കുറേ പ്രാവശ്യം സിനിമ ഞങ്ങളൊക്കെ ഒരുപാട് ആ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ അപ്പോഴും ഞാൻ വിചാരിക്കും ഈ സിനിമയ്ക്ക് ഇത്രയും ഇമ്പാക്റ്റ് ഒരു ഓരോരുത്തരും ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ്. നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞു, അത് നമ്മുടെ മനസ്സിലുണ്ട്, ബട്ട് സ്റ്റിൽ ഇത് നമ്മളുടെ ഉള്ളിലേക്ക് പിന്നെ തിരിച്ചു വരുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരൊന്ന് സംസാരിക്കുമ്പോഴാണ്, ഇതിനെക്കുറിച്ച് സംസാരിക്കും. അപ്പോഴാണ് നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നത്. ബിക്കോസ് നമ്മൾ കൊടുക്കാത്ത വില പോലും മറ്റുള്ളവർക്ക് സിനിമയ്ക്ക് വാല്യൂ കൊടുക്കുന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ശരിക്കും പറഞ്ഞാൽ മേജർ രവി സാറിന്റെ സെറ്റിൽ പോയതിനകത്തിന് ക്യാരക്ടർ അല്ല, ഞാൻ അവിടെ ക്യാരക്ടർ അല്ല, ഞാൻ ഇപ്പോൾ അടുത്ത് സത്വ എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തു. ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ടെററിസം. അപ്പോൾ അത് ഒരു 5 minutes ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ അത് ഞാൻ ലാലേട്ടനെയും രവിയേട്ടനെയും കൊണ്ട് കാണിച്ചിട്ട് റിലീസ് ഒരു ലോഞ്ച് പോലെ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ പോയി സംസാരിച്ചു, കണ്ടു കഴിഞ്ഞപ്പം ദേ ലൈക്ഡ് ഇറ്റ് വെരി മച്ച്. ലാലേട്ടൻ പറഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തോളൂ. അങ്ങനെ അതിൻ്റെ ഒരു 3-4 days കഴിഞ്ഞിട്ട് അവരുടെ സെറ്റിൽ വെച്ചിട്ട് തന്നെ ഒരു സ്വിച്ച് ഓൺ പോലെ റിലീസ് പോലെ. ഇറ്റ് ഇസ് നൗ യൂട്യൂബിലുണ്ട്. ഹീറോസ് ആണോ ഇഷ്ടം, വില്ലൻ വേഷൻസ്? സി, ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും ഹീറോയിസം ഉണ്ട്. അത് ഏത് വലിയ വില്ലനായിട്ട് കളിക്കുന്നവനാണെങ്കിലും ആ വില്ലൻ കളിക്കുന്നത് പോലും അവൻ ഹീറോ ആയിട്ട് മനസ്സിൽ ചിന്തിച്ചിട്ടാണ്. ഒരു ഗുണ്ടായിസത്തിലേക്ക് ഇറങ്ങുന്നത് നമ്മുടെ കാഴ്ചപ്പാടിൽ ഹീ ഈസ് എ ഗുണ്ട, ബട്ട് ഇൻ ഹിസ് ഹാർട്ട് ഹീ ഈസ് എ ഹീറോ അല്ലേ? അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ ഹീറോ എന്ന് പറയുന്നത് ആണ് ആഗ്രഹം. പക്ഷേ അറ്റ് ദ സെയിം ടൈം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏതൊരു റോള് നമുക്ക് കിട്ടിയാലും നമ്മൾക്കത് അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റിയൽ നമ്മുടെ മനസ്സിലല്ലേ. നമ്മൾ ഒരേപോലെ കുറേ ചെയ്തു പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സുഖമില്ല. നമ്മൾ മാറി ആൻറ്റി ഹീറോ പിന്നെ പല ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഒരിക്കലും കമ്പാരിസൺസ് വരാൻ പാടില്ല അല്ലേ? നമ്മൾ ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ട് ചെയ്യുക. എക്സാക്ട്ലി. അപ്പോൾ ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക്. അറ്റ് ദ സെയിം ടൈം
നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ ഹീറോ എന്ന് പറയുമ്പം ഒരു സന്തോഷമാണ്. അത് ഏത് കിട്ടിയാലും ചെയ്യുക എന്നുള്ള, ഏത് കിട്ടിയാലും എന്നല്ല, ക്യാരക്ടർ നന്നായിരിക്കണം. നമ്മൾ ചെയ്യുന്ന ഒരു സിനിമയിൽ നമ്മൾ ചെയ്യുന്ന ക്യാരക്ടർ അത് എന്നും നമ്മുടെ മനസ്സിലല്ല, പ്രേക്ഷകരുടെ മനസ്സിലൊക്കെ എന്ന് നിൽക്കണം അല്ലേ? നമ്മൾ ചെയ്യുന്നത് കുറെ നാളുകൾക്ക് ശേഷം ഇപ്പം ഇതില് വിവേകിന്റെ ക്യാരക്ടർ പറയുന്ന പോലെ തന്നെ നമ്മളോടൊന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്നാ സന്തോഷം അല്ലേ? അതിന്റെ ഓപ്പോസിറ്റ് ഒരു ഇതാണ്, കോൺട്രാസ്റ്റ് ആണ്. പിന്നെ ഞാൻ ചെയ്ത ബ്ലാക്കിലെ ഞാൻ പറയാൻ വരുമായിരുന്നു, അതിനകത്ത് എൻറ്റയർലി ഡിഫറെന്റ്. എക്സാക്ട്ലി. അപ്പം അതിലൊരു സന്തോഷമുണ്ട്. കാരണം എന്നെ അറ്റ് ദ സെയിം ടൈം ക്ഷണക്കത്തിൽ ഹീറോ ആയിട്ട് വന്ന് ഇഷ്ടപ്പെട്ടവർ ബ്ലാക്കിൽ ഞാൻ അങ്ങനെ ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്തപ്പോഴും ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോഴാണ് ഒരു ആക്ടറിന് ഏറ്റവും കൂടുതലൊരു സന്തോഷം വരുന്നത്. അല്ല സ്ഥിരം ഒരു ഹീറോ ക്യാരക്ടർ ചെയ്യുക അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഇങ്ങനെ ചെയ്തു പോവുക എന്ന് പറയുമ്പോഴത്തേക്ക് ഐ ലൈക്ക് ടു ഡു all type of characters. At the same time that character should have that value in the movie, connected to the story. അങ്ങനെ വരുമ്പോഴാണ് സിനിമയിൽ ഇപ്പോൾ ബ്ലാക്കിൽ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഒരിക്കലും ഞാൻ അഭിനയിക്കുമ്പം ഇത്രയും ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് അല്ലെങ്കിൽ ഇത്രയും ഇമ്പാക്റ്റ് വരുമെന്ന് ഞാൻ കാരണം വെച്ചാൽ ഞാൻ നോക്കുമ്പോൾ ഞാനൊരു വില്ലനായിട്ട് അഭിനയിക്കുന്നു ആൻഡ് മമ്മൂക്ക ഇസ് എ ഹീറോ അല്ല. പക്ഷേ മൂവി ഇറങ്ങിയപ്പം എൻ്റെ ഈ ക്യാരക്ടർ കണക്റ്റഡ് ടു ദ സ്റ്റോറി ഈസ് ഡിഫറെൻറ്റ്. അതിലാണ് നമ്മളുടെ ഇപ്പം അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞ സ്പിരിറ്റിൽ നന്ദുവിൻ്റെ ക്യാരക്ടർ. ബിക്കോസ് സ്പിരിറ്റ് മൂവിയിൽ എന്താണ് നന്ദു ലൈക്ക് ഒരു പ്ലംബർ, പക്ഷെ മൂവിയിൽ കൊടുത്ത ഇമ്പാക്ട് എന്ന് പറയുന്നത് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടണം. എങ്ങനെ ഈ ക്ഷണക്കത്തിലേക്ക് കിട്ടിയ റോള്? ആക്ച്വലി രാജീവേട്ടൻ ഒരു യാത്രയിൽ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ട്രെയിൻ യാത്രയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബ്രദർ കൂടെ ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അങ്ങനെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നവോദയ സ്റ്റുഡിയോയിൽ, എറണാകുളം നവോദയ സ്റ്റുഡിയോയിൽ വരിക, അവിടെ ഒന്ന് ഒരു സ്ക്രീൻ ടെസ്റ്റ് പോലെ ഒരു ഓഡിഷൻ പോലെ സംഭവം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിവിടുന്ന് എനിക്കത് ആദ്യമായിട്ട് ഞാൻ എറണാകുളത്ത് പോകുന്ന അന്നാണെന്ന് തോന്നിട്ടോ. അന്നൊക്കെ നവോദയ എന്ന് പറഞ്ഞാൽ ഏതോ കാട്ടിൻ അകത്തൊക്കെ പോകുന്ന പോലെയാണ്. അത് ഉള്ളിലല്ല, ഇപ്പോഴും അവിടെ തന്നെ. ബട്ട് അന്ന് കാക്കനാടൊന്നും സിറ്റിയല്ല. അതെ. അപ്പോൾ എനിക്കിന്ന് ഓർമ്മയുണ്ട്, നമ്മൾ അവിടുന്ന് ബസ്സൊക്കെ പിടിച്ച് അവിടെ പോകുന്ന ആ ഒരു കാലഘട്ടം. അവിടെ ചെന്നപ്പോൾ അപ്പോൾ നവോദയയുടെ ബാനറിലാണ് ഞാൻ സിനിമയിൽ വരേണ്ടത്. ആക്ച്വലി നവോദയ അപ്പച്ചൻ സാറിൻ്റെ അവരുടെ ബാനറിലായിരുന്നു സിനിമ വരായിരുന്നു. പക്ഷേ അന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ പരിചയപ്പെട്ടത് ജിജോ സാർ, പിന്നെ രണ്ട് ബ്രദേഴ്സ് ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും രാജീവേട്ടനും ഇവരവിടെ ഉണ്ട്. ഞാൻ ചെന്നവിടെ എന്നെ എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അന്ന് കുറച്ചൊരു സിറ്റുവേഷനൊക്കെ പറഞ്ഞ് അന്ന് ഞാൻ അങ്ങനെ ചെയ്തു. ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തു ഞാൻ. അപ്പോൾ അവിടെ ഓൾറെഡി ശരത്തും ബ്രദറും കമ്പോസിങ് ചെയ്യുന്നുണ്ട് ഒരു റൂമിൽ. ഇപ്പുറത്ത് കൈതപ്പുറം ചേട്ടൻ ലിറിക്സ് എഴുതുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി നേരെ, അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പോയി അന്ന് ബാംഗ്ലൂർ ഞാൻ ട്രെയിനിങ് ചെയ്യുകയാണ്, ഹോട്ടൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ലെറ്റർ വന്നു, ഞങ്ങൾ സിനിമ ഡ്രോപ്പ് ചെയ്യാണ്, പക്ഷേ രാജീവ് കുമാർ നിയാസിനെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞൊരു ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ലെറ്റർ വന്നിരിക്കുന്നു. നേരെ ചെന്നൈയിലോട്ട് മെഡ്രാസിലോട്ട് ചെല്ലണം, മീഡിയ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് റോയപ്പേട്ടയിൽ. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പം ഞാൻ അവിടുന്ന് ഒരു ബാഗൊക്കെ എടുത്തിട്ട് നമ്മളൊരു ബാക്ക് പാക്ക് പോലൊരു സാധനം എടുത്ത് അങ്ങ് പോയി. പിന്നെ അവരുടെ കൂടെ തന്നെ ആയിരുന്നു അങ്ങ്. ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യാനിരുന്ന മൂവി ഒന്ന് ഞാൻ ഗന്ധർവൻ എന്ന് പറഞ്ഞ സെയിം കഥ തന്നെയായിരുന്നു, സെയിം. അപ്പോൾ ഇതിന് രണ്ടിനെയും ക്യാമറാമാൻ വേണുചേട്ടനായിരുന്നു. അപ്പോൾ വേണുചേട്ടൻ ഇവിടെ വന്ന് കഥ കേൾക്കുമ്പം ഒരു സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ സിമിലാരിറ്റി ഒരിക്കലും പത്മനാഭൻ സാറിൻ്റെ ഒരു പടമായിട്ട് ഇവർ കോമ്പറ്റ് ചെയ്യാൻ പറ്റത്തുണ്ട്. ഇവർ കഥയും ആ പ്രോജക്റ്റ് അവർ നിർത്തി. അപ്പം തന്നെ സെൻട്രൽ പിക്ചേഴ്സിൻ്റെ ബാനറിൽ രാജീവേട്ടന് ഈ പടം രാജീവേട്ടൻ്റെ കഥ തന്നെയാണ്, രാജീവേട്ടൻ്റെ കൂട്ടുകാരൻ്റെ റിയൽ സ്റ്റോറിയാണിത്.